പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ദ 3 ക്വസ്റ്റ്യൻസ്, 3 ചോദ്യങ്ങൾ. ഇതിലൊരു രാജാവ് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്ന ഉറപ്പിന്മേൽ 3 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം പലരോടും ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനൊന്നും അദ്ദേഹത്തിന് തൃപ്തികരമായ മറുപടി കിട്ടുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ അടുത്ത് എത്തുന്നു. സന്യാസി ശ്രേഷ്ഠന്റെ പ്രത്യേകത, അദ്ദേഹം സാധാരണ ജനങ്ങളുമായിട്ട് മാത്രമേ സംവദിക്കുകയുള്ളൂ. അദ്ദേഹം സംസാരിക്കുന്നത് സാധാരണ ജനങ്ങളോടായിരിക്കും. അങ്ങനെ രാജാവ് ഒരു കർഷകന്റെ വേഷത്തിൽ തൻ്റെ ഗാർഡുകളെയൊക്കെ ദൂരെ നിർത്തിയിട്ട് ഈ സന്യാസിയുടെ അടുത്ത് വരുന്നു. അങ്ങനെ സന്യാസിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബിഗിൻ എവറിത്തിങ്? എല്ലാം തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്, ശുഭമുഹൂർത്തം നോക്കാറുണ്ട്, രാഹുകാലം, അങ്ങനെയുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഹു ആർ ദി ബെസ്റ്റ് പീപ്പിൾ ടു ലിസൺ ടു? നമ്മൾ ആരുടെ വാക്കുകൾക്കാണ് ചെവി കൊടുക്കേണ്ടത്? ആര് പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത്? മൂന്നാമത്തേത്, വാട്ട് ഈസ് ദി ബെസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു? നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ 3 ചോദ്യങ്ങളാണ് അദ്ദേഹം ഈ സന്യാസി ശ്രേഷ്ഠനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം, രാജാവ് ഈ സന്യാസിയെ കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹം ചെടികൾ നടാൻ വേണ്ടി കുഴിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 3 ചോദ്യം ചോദിച്ചു, അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് രാജാവ് ചോദിച്ചു, ഞാൻ കുഴിക്കാൻ സഹായിക്കണോ? അങ്ങനെ സന്യാസിയെ കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് കുറച്ചു നേരം സഹായിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് രാജാവ് വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നു. ഈ 3 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. ചോദിച്ച ഉടനെ തന്നെ ഒരു മനുഷ്യൻ വയറിൽ കുത്തുകൊണ്ട് ഓടി വരുന്നു അങ്ങോട്ടേക്ക്. നല്ല ചോരയൊക്കെ ഒഴുകി ഓടി വരികയാണ്. അപ്പോൾ ഓടി വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, അതായത് ആദ്യം തന്നെ ഈ ഓടി വരുന്ന കണ്ടുടനെ രാജാവ് ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നു. അതായത് അയാളുടെ മുറിവ് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ രാത്രി ആ സന്യാസിയുടെ കുടിലിൽ ഇവര് റെസ്റ്റ് എടുക്കുന്നു, രാജാവും ഈ മനുഷ്യനും. അപ്പൊ ഈ മനുഷ്യൻ രാജാവിനോട് പറയുന്നു, രാജാവ് അദ്ദേഹത്തിന്റെ സഹോദരനെ വധിച്ചതാണ്, അതേപോലെ അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിയതാണ്. സഹോദരനെ വധിച്ച് അയാളുടെ സ്വത്ത് കണ്ടുകെട്ടിയതാണ്. ആ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് താൻ വന്നതാണ്. പക്ഷേ രാജാവിന്റെ ഭടന്മാർ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ കുത്തുകയും ചെയ്തു. അപ്പൊ അതാണ് സംഭവിച്ചെന്ന് പറയുന്നു. അങ്ങനെ രാജാവിനോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാജാവിനോട് മാപ്പ് ചോദിച്ച് തിരിച്ചു പോകുന്നു ആ മനുഷ്യൻ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും രാജാവ് തൻ്റെ 3 ചോദ്യങ്ങൾ സന്യാസിയോട് ചോദിക്കുന്നു. ഈ സമയത്ത് സന്യാസി അതിന് മറുപടി പറയുന്നു. അദ്ദേഹം ആദ്യം പറയുന്നത്, ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യം ഏതായിരുന്നു ഏറ്റവും നല്ല സമയം എന്നായിരുന്നു. അതിന് സന്യാസി മറുപടി പറയുന്നത്, ദ ബെസ്റ്റ് ടൈം ഈസ് നൗ. ഇപ്പോഴാണ് നല്ല സമയം, അല്ലാതെ നല്ല സമയം എന്നൊന്നില്ല. എന്താണോ നമുക്ക് തുടങ്ങാനുള്ളത് അത് അന്നേരം തുടങ്ങാം, അല്ലാതെ നല്ല സമയം, നല്ല മുഹൂർത്തം അങ്ങനെയുള്ളതൊന്നുമില്ല തുടങ്ങാനുള്ളത്. അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ന്യൂ ഇയർ ആകട്ടെ, അന്നേരം ഞാൻ ആ ശീലം നിർത്താം അല്ലെങ്കിൽ ആ ശീലം തുടങ്ങാം, അങ്ങനത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് അന്നേരം തുടങ്ങുക എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഹു ആർ ദി ബെസ്റ്റ് പീപ്പിൾ ടു ലിസൺ ടു? നമ്മൾ ആരോടാണ് അല്ലെങ്കിൽ ആരുടെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന് മറുപടി നമ്മുടെ സന്യാസി പറയുന്നത്, ദ പേഴ്സൺ യു ആർ വിത്ത്. വി ലിസൺ ടു ദ പേഴ്സൺ യു ആർ വിത്ത്. നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും, നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മളുടെ കൂടെയുള്ള, നമ്മളോടൊപ്പമുള്ള ആളുകളുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു? നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ്? അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക. അതായത് രാജാവ് തന്നെ കൊല്ലാൻ വന്ന ആ മനുഷ്യന്റെ മുറിവ് വെച്ച് കെട്ടി അയാളെ ശുശ്രൂഷിച്ചതുപോലെ നമുക്ക് ദ്രോഹം ചെയ്താൽ പോലും അവരോട് നമ്മൾ ക്ഷമിക്കുക, അതേപോലെ തന്നെ അവരെ നമ്മൾ സഹായിക്കുക. ഈ 3 കാര്യങ്ങളാണ്, ഈ 3 ഉത്തരങ്ങളാണ് രാജാവിന് കിട്ടുന്നത്. ആൻഡ് ദ കിങ് വാസ് സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദീസ് ആൻസേഴ്സ്. രാജാവ് ഈ മറുപടി കേട്ടിട്ട് ഒരുപാട് സന്തുഷ്ടനായി വീട്ടിലേക്ക് പോകും. നമ്മളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആ ചോദ്യത്തിന് മറുപടിയും ചോദ്യവും നമ്മുടെ കൂടെയും ഉണ്ടാകട്ടെ. നമ്മളും പലപ്പോഴും ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന ആളുകളാണ്.
എപ്പോഴാണ് തുടങ്ങേണ്ടത്, നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലും തുടങ്ങാനുള്ള സമയം അന്നേരമാണ്. അതേപോലെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മളുടെ ഒപ്പമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അവരുടെ വാക്കുകൾ നമ്മൾ ചെവിക്കൊള്ളേണ്ടതാണ്. ഹാവ് എ നൈസ് ഡേ.